ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷയൊക്കെ എത്തിപ്പോയില്ലേ? ഇപ്പം നിങ്ങൾക്ക് റിവിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് മുൻപ് വളരെ പ്രധാനപ്പെട്ട, പരീക്ഷയ്ക്ക് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആരോഗ്യം സമ്പത്ത് എന്ന് പറയുന്ന മനോഹരമായ, അല്ലെങ്കിൽ അത്രയും അറിയേണ്ട ഒരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടേ ഇല്ലേ? അതിലെ ഈച്ചയും കൊതുകും സിദ്ധുവും അല്ലേ അമ്മമ്മയും ഒക്കെയുള്ള ഒരു കഥയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ, വ്യക്തി ശുചിത്വത്തെ പറ്റിയൊക്കെ. അപ്പൊ പാഠം ഏതാണ്? ആരോഗ്യം സമ്പത്ത് എന്ന് പറയുന്ന ഭാഗമാണ് അല്ലേ. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ അറിയോ കൊതുകുകൾ ഇതാ നമുക്ക് ചുറ്റും ഇങ്ങനെ 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 കളിക്കുന്നുണ്ട്. അതാ അല്ലേ? ആ കൊതുകിനെയൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനുള്ളതാണോ, വളർത്താനുള്ളതാണോ? അല്ല, കൊതുക് വരാതെ നമ്മൾ നോക്കണം, വേണ്ടേ? ഇല്ലെങ്കിൽ നമുക്കാണ് അസുഖങ്ങൾ വരിക. അപ്പോൾ കൊതുകുകൾ മുട്ടയിടുന്നത് എവിടെയാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ എഴുതില്ലേ? നമുക്ക് പാഠഭാഗത്തിലുണ്ട്, നമുക്ക് മനസ്സിലാക്കണം നിങ്ങളല്ലേ. കെട്ടിക്കിടക്കുന്ന ജലത്തിലാണ് കൊതുകുകൾ മുട്ടയിടുന്നത്. കെട്ടിക്കിടക്കുന്ന ജലം എവിടെയൊക്കെ കാണാം? വീടിന്റെ പറമ്പുകളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയാൽ മതിലേ. അപ്പൊ അതിൽ ചിലപ്പോൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നുണ്ടാവും. അതിലേക്ക് എന്താണ് വെള്ളം അല്ലേ, അതുപോലെ അടപ്പില്ലാത്ത ബോട്ടിലുകൾ അല്ലേ, കുപ്പികൾ, അതുപോലെ തന്നെ നമ്മൾ ചിരട്ട അല്ലേ, ചിരട്ടയൊക്കെ കണ്ടിട്ടില്ലേ? അതിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് ഈ കൊതുകുകൾ എന്ത് ചെയ്യും? മുട്ടയിടും. അപ്പോൾ ജലത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജലം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വെള്ളം, വാട്ടർ എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ചോദ്യമായിട്ട് നിങ്ങൾ കണക്കാക്കണേ. ഇത് ഏതെങ്കിലും രീതിയിൽ വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് എഴുതാൻ പറ്റണം. ഇനിയുള്ളത് രോഗങ്ങളും അത് പരത്തുന്ന ജീവികളെയും നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊക്കെ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. ഇത് നിങ്ങൾ ഉറപ്പായും അറിഞ്ഞിരിക്കണം. ഈ രോഗങ്ങളൊക്കെ പരത്തുന്നത് ഈ ജീവികളാണെന്ന് നമുക്ക് അറിയുകയും വേണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണേ. അപ്പം മന്ത് അല്ലെ, ചിലരുടെ കാലിലൊക്കെ ഇങ്ങനെ വലിയ ഇതിലിങ്ങനെ കാണുന്ന ഒരു അസുഖമാണ് മന്ത്. കൊതുകാണ് പരത്തുന്നത്. കൊതുക്, അനോഫിലിസ് പെൺകൊതുക് എന്ന് പറയുന്ന അല്ലെ ഒരു ജീവി, കൊതുകിൽ തന്നെ വരുന്ന ഒരു ഇനമാണ് അനോഫിലിസ് പെൺകൊതുക്. അപ്പോൾ അതൊന്നും പഠിക്കേണ്ട മക്കള്. മന്ത് പരത്തുന്നത് ആരാണ്? കൊതുകാണ് എന്ന് മനസ്സിലാക്കുക. ഇനി എലിപ്പനി ആരാ? എലിയാണ് അല്ലെ. നിപ്പ ആരാ പരത്തുന്നത്? നിപ്പ വവ്വാൽ അല്ലേ, വവ്വാൽ. കോളറ ആരാ പരത്തുന്നത്? ഈച്ച. കോളറ ഈച്ചയാണ് വരുന്നത്. അപ്പൊ ഈച്ചനെ നമ്മൾ ഒഴിവാക്കണം. നിപ്പ എൻ്റെ നാട്ടിലൊക്കെ ആയിരുന്നു, പേരാമ്പ്ര എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? വവ്വാല് കടിച്ച എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് നിപ്പ ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് വലിയ പ്രശ്നമായിരുന്നു. അപ്പൊ നിപ്പ തന്നത് നോക്കേ, നീ എന്നുള്ളത് തിരിച്ചിട്ടപ്പോഴാണ് നീ എന്നായത് അല്ലേ. പനി, നല്ല ശക്തമായ പനിയൊക്കെ ഉണ്ടാവും. വവ്വാലാണ് അത് പരത്തുന്ന ജീവി എന്ന് മനസ്സിലാക്കുക. ഇനി എനിക്ക് പറയാനുള്ളത് പോസ്റ്റർ നിർമ്മാണമാണ്. അപ്പോൾ പൊതുസ്ഥലത്ത് നമ്മൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല. അതുപോലെ പരിസരമൊക്കെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ, വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന, അതായത് മറ്റുള്ളവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അവിടെ അതൊന്നും ഇടാൻ പാടില്ല എന്നൊക്കെ അല്ലേ. അതിന് പറ്റിയ കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. അല്ലെങ്കിൽ ഒരു പ്ലക്കാർഡ്, ഒരു സന്ദേശവാക്യം എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. പരിസരം, ഞാൻ പറഞ്ഞു തരാം എന്താണത്. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക അല്ലേ. നോക്കണേ, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. അത് നമ്മൾ പറയാം, അതെന്തായാലും നമുക്കെല്ലാം അറിയുകയും ചെയ്യാം. അത് ആദ്യത്തേതൊന്നും അതായിക്കോട്ടെ, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു കള്ളിയിലൊക്കെ ആക്കി അല്ലേ, പ്ലക്കാർഡാണെങ്കിൽ ഇങ്ങനെ. പിന്നെ നമ്മൾ എഴുതുന്നു, ആരോഗ്യമാണ് സമ്പത്ത്. നമ്മളെ പാഠത്തിന്റെ പേരും അത് തന്നെയായിരുന്നു, ആരോഗ്യമാണ് സമ്പത്ത് അല്ലേ. ഇനി അടുത്തത് കൊതുകെല്ലാം പ്രശ്നമല്ലേ. അപ്പൊ നമുക്ക് എഴുതാം, കൊതുകുകളെ അകറ്റൂ
അല്ലേ? ഇത് ഞാൻ എഴുതി കൊണ്ടുവരാഞ്ഞത് ഞാനിങ്ങനെ എഴുതുന്ന സമയത്ത് നിങ്ങളും അത് പഠിക്കും അല്ലേ? കൊതുകുകളെ അകറ്റൂ അകറ്റൂ അകറ്റൂ, ജീവൻ രക്ഷിക്കൂ അല്ലേ? കൊതുകുകള് ജീവന് പ്രശ്നമാണ്. അപ്പൊ ജീവൻ എന്നാണ്, ചില്ലക്ഷരാണേ. ജീവൻ രക്ഷിക്കൂ അല്ലേ? കൊതുകുകളെ അകറ്റൂ, ജീവൻ രക്ഷിക്കൂ. പിന്നെന്താണ് നിങ്ങൾ പറയാ? ജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുതേ, അങ്ങനെയൊക്കെ അല്ലേ? ജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുതേ, ജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കല്ലേ. ജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കല്ലേ. അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ചോളൂ. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ അടിപൊളിയായിട്ട് എഴുതണം. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ കുറേ ലൈവ് വീഡിയോസും ഷോർട്ട് വീഡിയോസും കണ്ടന്റ് വീഡിയോസും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.